തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ പോലീസ് ഇടപെടൽ മറച്ചുവെച്ച തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരി പോലീസ് റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളായ സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയ് മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. പൂരം കലക്കിയത് തൽപര കക്ഷികളുടെ താൽപര്യപ്രകാരമെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക തിരുവനന്തപുരത്തു നിന്നും ആനന്ദപുത്തൂർ തൃശൂരിൽ നിന്നും ചേരുകയാണ്. ആദ്യം രശ്മിയിലേക്ക് എത്തുമ്പോൾ, രശ്മി, നമുക്കറിയാം തൃശൂർ പൂരം കലക്കിയതിൽ പോലീസിന് പങ്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ സാധാരണ ജനങ്ങൾക്ക് പോലും കഴിയില്ല. കാരണം അന്നേ ദിവസം അവിടെ പോലീസ് കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങൾ, ദൃശ്യങ്ങളും വിവരങ്ങളും അടക്കം നമ്മൾ ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. നമുക്കറിയാം, ബൂട്ട്സ് ഇട്ട് പോലും ക്ഷേത്ര പരിസരത്ത് പോലീസ് കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആചാര ലംഘനങ്ങൾ അവിടെ ഉണ്ടായി. കുടമാറ്റത്തിനെത്തിയവരെ പോലും പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പിഴവുണ്ടായത്, ദേവസ്വങ്ങളാണ് ഇപ്പോൾ പൂരം കലക്കിയത് എന്നാണല്ലേ? തീർച്ചയായും ദീപിക, അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഈ അന്വേഷണം വളരെ പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ അന്വേഷണം ഏതാണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമാണ്. അതും വലിയ വിവാദങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു MR അജിത് കുമാർ ഈ റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടിൽ ഉള്ള അത് എന്താണെന്നുള്ളത് അന്ന് തന്നെ അപ്പോൾ തന്നെ റിപ്പോർട്ട് കൈമാറിയപ്പോൾ തന്നെ ജനം TV ആദ്യം പുറത്തുവിട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോഴും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇതിൽ പ്രധാനമായും തിരുവമ്പാടി ദേവസ്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തുന്നതുമാണ് ഈ റിപ്പോർട്ട്. പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം മുൻകൂട്ടി തീരുമാനം എടുത്തിരുന്നു. ഭാരവാഹികളായ സുന്ദർ മേനോൻ, ഗിരീഷ് കുമാർ, വിജയ് മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർ ഇതിനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പൂരത്തിന് മുന്നോടിയായി തന്നെ ഒരു പ്രത്യേകമായി യോഗം ചേർന്നു. ആ യോഗത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്ത പക്ഷം ഇത്തരത്തിൽ പൂരം കലക്കാം എന്നുള്ളത് ആ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ഈ രാത്രിയിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പൂരം കലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പൂരം കലക്കിയത്. ഇതാണ് ഈ യോഗത്തിൽ ഉണ്ടായ തീരുമാനം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 500 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ 50 പേജിൽ ആദ്യത്തെ 50 പേജിലാണ് MR അജിത് കുമാറിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉള്ളത്. ബാക്കി റിപ്പോർട്ടിൽ ഓരോ ആളുകളുടെയും മൊഴി ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പോലീസിന്റെ വീഴ്ചകളൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നതാണ്. കൃത്യമായി ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല. മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്തുകൊണ്ട് ഇത്തരത്തിൽ ഇടപെട്ടില്ല എന്നുള്ള വിമർശനമൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പൂരത്തിന് 1 മാസം മുൻപ് ചേർന്ന യോഗമാണ്. അപ്പോൾ ആ യോഗത്തിൽ പൂരം കലങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് യോഗ തീരുമാനത്തിലുണ്ടെങ്കിൽ തന്നെ അത് മുൻകൂട്ടി തയ്യാറെടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്റലിജൻസ് സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൃത്യമായി അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും അതിൽ വേണ്ട ഇടപെടൽ നടത്തേണ്ടതും പോലീസാണ്. പക്ഷെ പോലീസ് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. നമുക്കറിയാം, ഈ കമ്മീഷണർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ മൊഴികളിൽ ഉൾപ്പെടെ ദേവസ്വത്തിന്റെ മൊഴികളിൽ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ്. മറ്റ് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടായിട്ടും അവരാരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. മാത്രമല്ല, പരിചയസമ്പന്നതയില്ലാത്ത പോലീസുകാരെ നിയമിക്കുന്നു. അതും അശാസ്ത്രീയമായ രീതിയിൽ അവരെ കൃത്യമായി തന്നെ പോലീസുകാരെ ക്രമീകരിക്കുന്നില്ല. മാത്രമല്ല, ആചാരം ലംഘിക്കുന്ന പല സാഹചര്യവും ഉണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അടിമുടി വീഴ്ചയാണ് ഈ തൃശൂർ പൂരം സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷേ അതൊന്നും തന്നെ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ആകെ ഈ ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ യോഗം, പൂരത്തിന്റെ മുന്നോടിയായി 1 മാസം മുൻപ് യോഗം ചേർന്നു. ആ യോഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിൽ അത് കലക്കാൻ ഉള്ള ആസൂത്രിതമായ നീക്കം ഉണ്ടാകുന്നു. ഇതിൽ ഒരുപാട് പേരുടെ പേരുകൾ, അവരുടെ മൊഴികൾ, അതൊക്കെ തന്നെയാണ് MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. ദേവിക. രശ്മി, അതോടൊപ്പം തന്നെ ഈ ദേവസ്വങ്ങൾക്കെതിരെ പഴിചാരിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ഈ ഒരു തൃശൂർ പൂരം ഏറ്റെടുക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിന് പിന്നിൽ ഉണ്ടെന്നുള്ളൊരു ആക്ഷേപവും കൂടി നിലനിൽക്കുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ? അത്തരത്തിലുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. പക്ഷേ അപ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയാണോ ഈ വിഷയത്തിൽ
എന്നുള്ളതാണ് ഉയരുന്ന ഒരു സംശയം. ഇത്രത്തോളം പോലീസ് സംവിധാനമൊക്കെ ശക്തമാണ്, ഇന്റലിജൻസ് സംവിധാനമൊക്കെ ശക്തമാണ് കേരളത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ അത് ആ സമയത്ത് തന്നെ അതിൽ കൃത്യമായൊരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഏതായാലും ഈ റിപ്പോർട്ടിൽ പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതും 6 മാസത്തോളം അന്വേഷിച്ചതിനു ശേഷമാണ് MR അജിത് കുമാർ ഈ റിപ്പോർട്ട് കൈമാറിയത് പോലും. അത് വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ്. പിന്നീടാണ് ത്രിതല അന്വേഷണമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGP മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യുകയും പിന്നീട് അതൊരു ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ യാതൊരു വ്യക്തതയുമില്ല. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നുള്ളത് ഈ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ഒരു ആവശ്യമാണ്. പക്ഷേ അന്വേഷണം എവിടേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഈ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും വീഴ്ചയും ഒക്കെ സംഭവിച്ചു.